ടീസ്പൂൺ മല്ലിപ്പൊടി, ഇഞ്ചി ചെറുതായി അരിഞ്ഞെടുത്തത്, കുടംപുളി, അരമണിക്കൂർ വെള്ള പകുതി കൂടെ ചേർക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് തേങ്ങ അരച്ച നാടൻ മീൻകറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഒട്ടും വൈകാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മീൻകറി ഉണ്ടാക്കുവാനായി നമ്മൾ എടുത്തിരിക്കുന്നത് 4 മീനാണ്. ഇത് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ചെറിയ പീസായി കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ അരച്ചെടുക്കണം. ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. അതിനുശേഷം അല്പം വെള്ളം ചേർത്ത് കൊടുത്ത് ഇത് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് നമുക്ക് അരച്ചെടുക്കാം. നല്ലതുപോലെ ഇവിടെ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അരിഞ്ഞു വെച്ചിരിക്കുന്ന മീനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 9 ചെറിയുള്ളിയാണ് എടുത്തിരിക്കുന്നത്. അത് നല്ല കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. 3 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത്, ഇഞ്ചി ചെറുതായി അരിഞ്ഞെടുത്തത്, 3 കുടംപുളി അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെച്ചത്. ഇതിൻ്റെ അളവ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് വ്യത്യാസപ്പെടുത്തിക്കോളൂ. ഇതും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി പഴുത്ത ഒരു ചെറിയ തക്കാളിയുടെ പകുതി കൂടെ ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളത്തിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ കൂടെ ചേർക്കുന്നുണ്ട്. ഇപ്പോൾ വളരെ കുറച്ച് വെളിച്ചെണ്ണ ചേർത്താൽ മതി. ലാസ്റ്റ് നമ്മൾ വെളിച്ചെണ്ണ ചേർക്കും. ഇത് തിളച്ച് തൂവി പോകാതിരിക്കാനാണ് ഇപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. തിള വരുന്നത് വരെ നമ്മളിത് തുറന്നു വെച്ച് തിളപ്പിക്കണം. മീൻകറി ഇതാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇതവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് വെള്ളമൊക്കെ കുറുകി കഷ്ണങ്ങളൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിൻ്റെ മുകളിലായി നമുക്ക് അല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അല്പം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല നാടൻ മീൻകറി ഇതാവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുതേ. അപ്പോൾ മറ്റൊരു കിടിലൻ വീഡിയോയുമായി ഞങ്ങൾ വരുന്നതുവരെ എല്ലാവർക്കും ബായ്.